നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് തോൽവി അപ്രതീക്ഷിതമെന്ന CPI. UDF സാമ്പത്തികമായി വോട്ട് വാങ്ങിയെന്ന് മണ്ഡല സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ. BJPയെയും മതത്തെയും ജാതിയെയും ഉപയോഗിച്ചതായും ജോളി പൊട്ടയ്ക്കൽ പറഞ്ഞു. പായിപ്ര പഞ്ചായത്ത് തുടക്കം ആര് നയിക്കുമെന്ന ചർച്ച സജീവം. പ്രസിഡന്റ് സ്ഥാനം വനിതയ്ക്ക്. മുസ്ലിം ലീഗും കോൺഗ്രസും പങ്കിട്ടെടുക്കാൻ സാധ്യത. ഇലാഹിയ ലോ കോളേജ് ലീഗൽ എയ്ഡ് സെല്ലിന്റെ ഉദ്ഘാടനം നടത്തി. കേരള ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ബാബു മാത്യു P. ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. മഞ്ചനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കുചേല ദിനാചരണവും ദശാവതാരം ചന്ദനം ചാർത്തലിന്റെ കൂപ്പൺ വിതരണോദ്ഘാടനവും നടത്തി. കിളികുളം ബേക്സദ പബ്ലിക് സ്കൂൾ പ്രധാന അധ്യാപകൻ മോഹൻദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നു. മോഡി സർക്കാരിനെതിരെ മൂവാറ്റുപുഴയിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ച CPIM ഏരിയ സെക്രട്ടറി അനീഷ മാത്യു ഉദ്ഘാടനം ചെയ്തു. CITU ഏരിയ സെക്രട്ടറി CK സോമൻ അധ്യക്ഷത വഹിച്ചു. വാർത്തകൾ വിശദമായി. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നേരിട്ട തോൽവി അപ്രതീക്ഷിതമായിരുന്നെന്ന് CPI മണ്ഡല സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ. UDF സാമ്പത്തികമായി വോട്ട് വാങ്ങിയെന്നും ജോളി പൊട്ടയ്ക്കൽ. 2025 നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നേരിട്ട തോൽവി തികച്ചും അപ്രതീക്ഷിതമായിരുന്നെന്ന് CPI മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ. കഴിഞ്ഞ 9.5 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് അതിനുള്ള ഗുണകരമായ ഒരു ഫലം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും പ്രതീക്ഷിച്ചത്രയും വിജയം ലഭിച്ചില്ലെന്നും തെരഞ്ഞെടുപ്പിൽ UDF സാമ്പത്തികമായി വോട്ട് വാങ്ങിയെന്നും CPI മൂവാറ്റുപുഴ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ പറഞ്ഞു. അങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയില്ല എന്നുള്ളത് സത്യമാണ്. അതിന് കാരണം പലതുണ്ട്. ഒന്ന്, UDFൻ്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള സാമ്പത്തികം വോട്ട് വാങ്ങുന്നതിന് വേണ്ടി കൊടുത്ത് അങ്ങനെ ഒരു വോട്ട് പർച്ചേസ് ചെയ്യപ്പെട്ടു. അതുകൂടാതെ പല മണ്ഡലങ്ങളിലും BJPയും UDFും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തോൽപ്പിക്കണം എന്ന രീതിയിൽ അവർ തമ്മിലൊരു അലയൻസ് ഉണ്ടാക്കി എന്നുള്ളത് വസ്തുതയാണ്. കേരളത്തിലെമ്പാടും ഇനി ഒരു നല്ല റിസൾട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായാൽ അത് വരാൻ പോകുന്ന 2026 വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അത് UDFനെ സാരമായി ബാധിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ വോട്ടുകൾ മറിച്ച് BJPക്ക് കൊടുക്കുകയും അതേപോലെ തന്നെ BJPയുടെ വോട്ടുകൾ UDFന് കൊടുക്കുകയും ചെയ്ത് ഇവർ രണ്ടു കൂട്ടരും വളരെ ബോധപൂർവം LDFനെ ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടി പൊതുജന മധ്യത്തിൽ LDFന് സ്വാധീനം ഇല്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നടന്നത്. പല മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തോൽപ്പിക്കാൻ UDFും BJPയും ബന്ധമുണ്ടാക്കിയെന്നും CPI മണ്ഡലം സെക്രട്ടറി ആരോപിച്ചു. BJPയും UDFും ചേർന്ന് LDFനെ ഇകഴ്ത്തി കാണിക്കുന്നതിനും LDFന് സ്വാധീനമില്ലെന്ന് വരുത്തി തീർക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമമാണ് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നടന്നതെന്നും മൂവാറ്റുപുഴ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ വ്യാപകമായി ഇരു പാർട്ടികളും തമ്മിൽ ബന്ധമുണ്ടായിട്ടുണ്ടെന്നും CPI മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ ആരോപിച്ചു. വോട്ട് ലഭിക്കുന്നതിന് UDFും BJPയും മതത്തെയും ജാതിയെയും ഉപയോഗിച്ചതായും ജോളി പൊട്ടയ്ക്കൽ പറഞ്ഞു. മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി പോലെ മൂവാറ്റുപുഴ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ വ്യാപകമായി ഇതുപോലെ അവർ തമ്മിലുള്ള ഒരു അലയൻസ് ഉണ്ടായിട്ടുണ്ട്. വലിയ സാമ്പത്തികം മുടക്കി അവർക്ക് ഫണ്ട്, സ്ഥാനാർത്ഥികൾക്ക് എവിടെ നിന്നാണ് ഫണ്ട് വന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് പൊതുവിൽ അവർ രാഷ്ട്രീയം പറഞ്ഞു. കേരളത്തിലെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ആണ് പറഞ്ഞത്. മതത്തെയും ജാതിയെയും ഒന്നും വോട്ട് ലഭ്യമാകുന്നതിന് വേണ്ടി സ്വാധീനിക്കാൻ ഒന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നും ഒരു പ്രവർത്തനവും ചെയ്തിട്ടില്ല. മറിച്ച് UDFൻ്റെ ഭാഗത്തു നിന്നും BJPയുടെ ഭാഗത്തു നിന്നും വോട്ട് ലഭിക്കുന്നതിന് വേണ്ടി മതത്തെയും അതുപോലെ തന്നെ ജാതിയെയും എല്ലാം നല്ലവണ്ണം ഉപയോഗിക്കുകയും കൂടാതെ BJPയും കോൺഗ്രസും തമ്മിലുള്ള അവിശുദ്ധമായിട്ടുള്ള കൂട്ടുകെട്ടുകളും വൻ സാമ്പത്തികമായിട്ടുള്ള ഒഴുക്കും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്.
അതിൻ്റെ പ്രതിഫലനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മൂവാറ്റുപുഴ അസംബ്ലി നിയോജകമണ്ഡലത്തിലും വിശിഷ്യ കേരള സംസ്ഥാനം ഒട്ടാകെയും ഒരു തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ ഇടയായത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മൂവാറ്റുപുഴ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ 42 സ്ഥാനാർത്ഥികളും ബ്ലോക്ക് തലത്തിൽ 5 സ്ഥാനാർത്ഥികളും ജില്ലാ ഡിവിഷനിൽ വാളകം ഡിവിഷനിലുമാണ് CPIയുടെ സ്ഥാനാർത്ഥികൾ മത്സരിച്ചത്. പ്രസിഡന്റ് സ്ഥാനം ഇക്കുറി വനിതാ സമ്പന്നമായ പായിപ്ര പഞ്ചായത്ത്. തുടക്കം ആര് നയിക്കുമെന്ന ചർച്ച സജീവം. അധ്യക്ഷ സ്ഥാനം മുസ്ലിം ലീഗും കോൺഗ്രസും പങ്കിട്ടെടുക്കാനാണ് സാധ്യത. കഴിഞ്ഞ ഭരണസമിതിയിലും പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസും മുസ്ലിം ലീഗും പങ്കിടുകയായിരുന്നു. ആദ്യം കോൺഗ്രസിൽ നിന്നുള്ള മാത്യൂസ് വർക്കിയാണ് പ്രസിഡന്റായത്. എന്നാൽ 2.5 വർഷം കഴിഞ്ഞ് ധാരണ പ്രകാരം മാത്യൂസ് വർക്കി രാജിവെച്ചെങ്കിലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അംഗം PM അസീസ് കൂറുമാറി LDFനൊപ്പം ചേർന്ന് പ്രസിഡന്റായതോടെ മുസ്ലിം ലീഗിന് പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടു. PM അസീസ് അയോഗ്യനാക്കപ്പെട്ടതോടെ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൽ നിന്നുള്ള AS അലിയാർ തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും 1 വർഷം മാത്രമാണ് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചുള്ളൂ. അതിനാൽ ഇക്കുറി ആദ്യ 2.5 വർഷം മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടേക്കുമെന്നാണ് അറിയുന്നത്. ജില്ലയിൽ തന്നെ പഞ്ചായത്ത് തലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ച സീനത്ത് അസീസിനെയാണ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. എന്നാൽ ആദ്യ 2.5 വർഷം കോൺഗ്രസിന് തന്നെ വേണമെന്നാണ് കോൺഗ്രസ് നേതൃത്വം അവകാശപ്പെടുന്നത്. നിലവിൽ 11 കോൺഗ്രസ് അംഗങ്ങളും 7 മുസ്ലിം ലീഗ് അംഗങ്ങളുമാണുള്ളത്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. ഇലാഹിയ ലോ കോളേജിൽ ലീഗൽ എയ്ഡ് സെല്ലിന്റെ ഉദ്ഘാടനം നടത്തി. കേരള ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ബാബു മാത്യു P. ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പേടിക്കപ്പള്ളി ഇലാഹിയ ലോ കോളേജിലെ ലീഗൽ എയ്ഡ് സെല്ലിന്റെ ഉദ്ഘാടനവും പ്രഭാഷണ പരിപാടിയും സംഘടിപ്പിച്ചു. കേരള ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ബാബു മാത്യു P. ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. മതേതരത്വവും ഇന്ത്യൻ ഭരണഘടനയും തത്വങ്ങൾ, പ്രയോഗങ്ങൾ, വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ ജസ്റ്റിസ് പ്രസംഗിച്ചു. ലീഗൽ സർവീസ് അതോറിറ്റി സ്റ്റേറ്റിലെ അവര് ട്രെയിനിങ് കൊടുത്തിട്ടുള്ള LLBയും അല്ലെങ്കിൽ നിയമ ഡിഗ്രിയും ഒന്നുമില്ലാത്ത എന്നാൽ സാമൂഹ്യ പ്രവർത്തനത്തിന് പ്രചോദനം ഉൾക്കൊണ്ട് സമൂഹത്തിൽ പ്രവർത്തിക്കാൻ തൽപരരായ ഒരുപാട് ലീഗൽ വോളണ്ടിയേഴ്സിനെ ട്രെയിൻ ചെയ്ത് വളർത്തിയെടുത്തിട്ടുണ്ട്. നമ്മെ സമീപിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ നിയമപരമായ ഒരുപാട് കാര്യങ്ങൾ, ചിലപ്പോൾ ഒരു സ്ത്രീ ആയിരിക്കും, ഒരു നിരാലംബയായ സ്ത്രീ ആയിരിക്കും ഓടി വരുന്നത്. എനിക്ക് ഇത്ര വയസ്സായി, എന്നെ സഹായിക്കാൻ ആരുമില്ല, വരുമാനം എനിക്കില്ല, എന്ത് എനിക്ക് ഈ സമൂഹത്തിൽ നിന്ന് കിട്ടും, ഗവൺമെന്റിൽ നിന്ന് വല്ലതും കിട്ടുമോ, കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും അപേക്ഷിച്ചിട്ട് എന്തെങ്കിലും തടസ്സം പറഞ്ഞ് കിട്ടാതെ പോയിട്ടുള്ള ഒരാൾ എനിക്ക് ഈ തടസ്സം കൊണ്ട് കിട്ടാതിരിക്കാൻ ഇടവരുന്നു, ഇത് ശരിയാണോ, നിയമപരമായി മറ്റു മാർഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ നമുക്കുള്ള അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ നിരാലംബരായിട്ടുള്ള ആളുകൾ ഒട്ടേറെ പേര് ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആ ശുഷ്കാന്തി മൂലം ഇതിലേക്ക് ആകർഷിക്കപ്പെടും. പൊതുജനങ്ങൾക്ക് നിയമസഹായവും നിയമപരിജ്ഞാനവും സൗജന്യമായി നൽകുക എന്നതാണ് ലീഗൽ എയ്ഡ്സ് ക്ലിനിക്കിന്റെ ലക്ഷ്യം. ഇലാഹിയ ലോ കോളേജ് ചെയർമാൻ KY സാദിഖ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇലാഹിയ ട്രസ്റ്റ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് TS റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി. ഇലാഹിയ ലോ കോളേജ് പ്രിൻസിപ്പൽ സുഭാഷ് G. പ്ലാത്തോട്ടം, അസിസ്റ്റന്റ് പ്രൊഫസർ അല്ലെഗ്ര V. ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. മഞ്ചനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കുചേല ദിനാചരണവും ദശാവതാരത്തിന്റെ ദശക ഉദ്ഘാടനവും നടത്തി. ദശാവതാരത്തിനു ശേഷം ഫെബ്രുവരി 27 മുതൽ മാർച്ച് 2 വരെ കുംഭപൂയ മഹോത്സവവും നടക്കും. മഞ്ചനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കുചേല ദിനാചരണവും ഫെബ്രുവരി 16 മുതൽ 26 വരെ ദശാവതാരത്തിന്റെ ദശകം എന്ന പേരിൽ നടക്കുന്ന 10ാമത് ദശാവതാരം ചന്ദനം ചാർത്തിന്റെ കൂപ്പൺ വിതരണോദ്ഘാടനവും നടത്തി. മാതൃസമിതി പ്രസിഡന്റ് ഡോക്ടർ ബേബി വിജയനാഥനിൽ നിന്നും കൂപ്പൺ ഏറ്റുവാങ്ങി കിളിക്കുളം ബേത്സദ പബ്ലിക് സ്കൂൾ പ്രധാന അധ്യാപകൻ മോഹൻദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ഡോക്ടർ അനൂപ് വാര്യർ ലോഗോ പ്രകാശനം നിർവഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് സന്തോഷ് എസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സുരേഷ് NM ദശാവതാര സന്ദേശം നൽകി. ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ വിനോദ് കുമാർ CK, ക്ഷേത്രം സെക്രട്ടറി അഖിൽ MD എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിന്റെ ഭാഗമായി വൈകിട്ട് 5:30 മുതൽ അവൽക്കിഴി സമർപ്പണവും ദീപാരാധന, പ്രസാദ വിതരണം എന്നിവയും നടത്തപ്പെട്ടു. ദശാവതാരത്തിന് ശേഷം ഫെബ്രുവരി 27 മുതൽ മാർച്ച് 2 വരെ കുംഭപൂയ മഹോത്സവവും നടക്കും.
തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന മോഡി സർക്കാരിനെതിരെ CPIM ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. CPIM ഏരിയ സെക്രട്ടറി അനീഷ മാത്യു ഉദ്ഘാടനം ചെയ്തു. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിമാറ്റി പദ്ധതിയുടെ ഘടനയെ മാറ്റിമറിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ വിവാദ ബില്ലിനെതിരെ പ്രതിഷേധം. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന മോദി സർക്കാരിനെതിരെ CPIM ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. CPIM ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യു ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ നിലനിൽക്കുന്ന ചരിത്രം, ആ ചരിത്രത്തെ നാമാവശേഷമാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, അതിന്റെ ഒരു വിഹിതം മുഖ്യ പങ്ക് കൊടുത്തിരുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നു, എന്താ പറഞ്ഞു വെക്കുന്നത്, ഈ രാജ്യത്തിന്റെ ഇതിന്റെ ഈ വർക്കിന്റെ നിയന്ത്രണം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ തന്നെയായിരിക്കും. അതിന്റെ സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നത് വർഷം തോറും 1600 കോടി രൂപ അതാത് സംസ്ഥാനങ്ങൾക്ക് ബാധ്യത കൊടുക്കുന്ന തരത്തിലേക്കാണ് ഇന്ന് തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കുന്ന സമീപനം ഉണ്ടാകുന്നത്. ആ അട്ടിമറിച്ച് കഴിയുമ്പോൾ അത് ഈ കേരളത്തിലും ഇന്ത്യയിലും ബാധിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളെയാണ്. ആ തൊഴിലിടങ്ങളിൽ പുതിയ തരത്തിലുള്ള പീഡന മുറകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരായി രാജ്യം ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് മാറുകയാണ്. അതിനെതിരായിട്ടാണ് ഈ പ്രതിഷേധ സായാഹ്നം ഇവിടെ സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാമല്ലോ, തെരഞ്ഞെടുപ്പ് വന്നു. ആ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ കേരളത്തിൽ ആകമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തൂത്തൊലിച്ചു പോയി എന്ന് പറഞ്ഞ ആളുകൾ കഴിഞ്ഞ 1-2 ദിവസക്കാലമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കണക്കുകൾ എടുത്ത് പരിശോധിച്ച് കഴിയുമ്പോൾ ഇതിനെതിരെ വർത്തമാനം പറയാനില്ലാത്ത ആളുകളായി മാറ്റപ്പെടുകയാണ്. CITU ഏരിയ സെക്രട്ടറി CK സോമൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സജി ജോർജ്, KG അനിൽകുമാർ, NREG വർക്കേഴ്സ് യൂണിയൻ ഏരിയ പ്രസിഡന്റ് സുജാത സതീശൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. റിട്ടയർഡ് പോസ്റ്റ് മാസ്റ്റർ പണ്ടപ്പള്ളി പുത്തൻപുരയ്ക്കൽ PP കുമാരൻ 80 നിര്യാതനായി. സംസ്കാരം വ്യാഴാഴ്ച 2-ന് വീട്ടുവളപ്പിൽ നടത്തപ്പെട്ടു. ഭാര്യ ശാന്ത, മക്കൾ GB, ജിഷ, മരുമക്കൾ മഞ്ജു, ബാബു. Welcome to Vimalagiri International School, Muvatupura. Admissions are now open for the academic year 2026-2027. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.